ഹാപ്പി വിഷു എവ്രി വൺ, വിഷ് യു വെരി ഹാപ്പി വിഷു. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ വ്ളോഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ എന്താ ഒരു വിഷുക്കണിയും ഒരു സദ്യയും അങ്ങനെയല്ല എപ്പോഴും ഒരു വിഷു വ്ളോഗ് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ആദ്യം തന്നെ എനിക്ക് ഒരു ഡ്രസ്സും ഫിറ്റ് ആവുന്നില്ല, വെയിറ്റ് കൂടി. ഇത് ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയാണ്. എനിക്കൊന്ന് വേഗം പോയി കുളിക്കണം. കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഫേവറേറ്റ് സ്ഥലം, അത് എവിടെയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയായിരിക്കും, അവിടെ പോയി ഒരു സ്പെഷ്യൽ സംഭവം ചെയ്യാൻ പോവാണ്. ഇന്നൊരു സൂപ്പർ സ്റ്റാറിനെ മീറ്റ് ചെയ്യാൻ പോവാണ്, കുക്കിംഗ് സൂപ്പർ സ്റ്റാർ കേട്ടോ. അത് പ്ലസ് പ്രിയ ഒന്നും എന്നെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. പ്രിയ പറഞ്ഞാൽ അവിടെ പോയി നല്ല ലൈറ്റിങ്ങിൽ പ്രിയനെ ഷൂട്ട് ചെയ്യാന്ന്. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തൊക്കെയാണ് പ്രിയ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇത് മാത്രമേ കയറുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇട്ട് നോക്കിയാണ്. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് റെഡി ആക്കിയിട്ട് നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോകുമായിരിക്കും. അപ്പൊ നമ്മള് വളരെ എക്സൈറ്റിംഗ് ഡേ ആണ്. ഇന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്ത് ഹയാത്തിലാണ് പോകുന്നത്. ഒരു സൂപ്പർ സ്റ്റാറിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. കളിഞ്ഞറി ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർ സ്റ്റാർ. അപ്പൊ അതിന് മുമ്പ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി പോകണം. പക്ഷെ കുളിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇന്ന് മമത്ത് 4 ബോഡി വാഷാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഇതും ഒരു ബുഫേ പോലെ തന്നെയാണ്, ബാത്ത് ബുഫേ എന്നൊക്കെ പറയുന്നല്ലേ, ബോഡി വാഷ് ബുഫേ. ഇതിലിപ്പോ കൊക്കോ ബോഡി വാഷ് ഉണ്ട്, അതിൽ കോഫി ആൻഡ് കൊക്കോ, വാവ് കൊക്കോ ആണ്. ആൻഡ് ഇത് വൈറ്റമിൻ സി ബോഡി വാഷ് ആണ്. ഇത് വൈറ്റമിൻ സി ആൻഡ് ഹണി ആണ്. ആൻഡ് ഇത് ആക്ച്വലി ചാർക്കോൾ ബോഡി വാഷ്. അത് കൊള്ളാമല്ലോ, ദിസ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. ചാർക്കോൾ ആൻഡ് മിന്റ്. ഇത് ഉപ്താൻ ബോഡി വാഷ്. ഉപ്താൻ എന്ന് പറയുന്ന 8 old ആയുർവേദിക് റെസിപ്പീസ് ആണ്. ടേമറിക് ആൻഡ് സാഫ്രൻ. സോ ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ബുഫേ പോലെയാണ്. ഞാൻ എന്തായാലും ഈ ചാർക്കോൾ ആൻഡ് മിന്റ് തന്നെ ഉപയോഗിക്കാം. ആൻഡ് അറിയാലോ, മമ്മത്ത് പ്രോഡക്ട്സ് പാരബൻ ഫ്രീ ആണ്. നാച്ചുറൽ പ്രോഡക്ട്സ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലുള്ളത്. സിലിക്കോൺ ഫ്രീ ആണ്. ആൻഡ് ഈവൻ ദേ ആർ ആനിമൽ ക്രൂവൽറ്റി ഫ്രീ. അവർ പെറ്റ സർട്ടിഫൈഡും ആണ്. അപ്പോൾ ചാർക്കോള് കരിയുടെ മിന്റിന്റെ വെച്ചൊന്ന് കുളിച്ച് നോക്കാം. ബോഡി വാഷ് ഉപയോഗിക്കാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കുക. കാരണം സോപ്പിനെക്കാട്ടി എനിക്ക് മച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്ന ഈ ബോഡി വാഷ് തന്നെയാണ്. അത് മണത്തിലാണെങ്കിലും ബോഡി വൃത്തിയാക്കുന്നതിലാണെങ്കിലും ഒരു ഓവറോൾ ഒരു സുഖം കുളിക്കുന്നത് ബോഡി വാഷ് വെച്ച് തന്നെയാണ്. അപ്പൊ കുളിച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ അഭിപ്രായം ഒന്ന് പറയാം. ചാർക്കോൾ വെച്ചാൽ കുളിക്കാൻ പോകുന്നത്. അപ്പൊ നല്ല കുളിച്ച് നല്ല ഫ്രഷായി വന്നിട്ടുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മണവും പിന്നെ ഇത് നമ്മൾ ഒരു മിന്റ് ലൈമൊക്കെ കുടിച്ചിറങ്ങുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഇല്ലേ, അതുപോലെ തന്നെ ഇതിൽ കുളിച്ചിറങ്ങുമ്പോൾ ഒരു നല്ല ഫ്രഷ്നെസ് ആണ്. കാരണം മിന്റിന്റെ ഒരു നല്ല സ്മെല്ലുണ്ട്. ഇത് വേറെ ഞാൻ കുളിച്ചു വന്നപ്പോൾ എന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയും, കുറച്ചെടുത്താൽ മതിയെ. കുറച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട, വളരെ കുറച്ചെടുത്തിട്ട് ഒന്ന് നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി പതയും. ജസ്റ്റ് ഇങ്ങനെ കാണിക്കും കണ്ടോ, ഭയങ്കരമായിട്ട് പതയും. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അപ്പൊ യു നീഡ് ടു യൂസ് ലിറ്റിൽ ഫോർ ഈച്ച് ഷവർ. നല്ല മണം. ആൻഡ് നിങ്ങൾ ബോഡി വാഷ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. ഷുവർ നിങ്ങൾ ബോഡി വാഷ് ഒക്കെ ഉപയോഗിച്ച് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ സോപ്പൊന്നും ഉപയോഗിക്കില്ല. അത് ആൻഡ് മമത്ത് നിങ്ങൾക്കറിയാലോ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ കമ്പനിയാണ്. അവർ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഓർഡറും അവർ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യും. ആൻഡ് ബൈ 2025 പ്ലാനിങ് ടു പ്ലാൻ 1 million trees. ആൻഡ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വളരെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉള്ള ഒരു കമ്പനിയാണ്. ആൻഡ് നിങ്ങൾ ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഈ പ്രോഡക്റ്റ്. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഈ കോഡ് OR2021 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ച് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ബോഡി വാഷ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഹയാത്തിലെത്തി. നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഒരു വളരെ സ്പെഷ്യൽ എക്സ്പീരിയൻസും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളെ പരിചയപ്പെടാനും പ്ലസ് ഒരു സ്പെഷ്യൽ വ്ളോഗായിരിക്കും. എന്താ സംഭവം ഞാൻ പറയാം. നമുക്ക് ഇവിടെ കുക്ക് വിത്ത് ദ ഷെഫ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഷെഫിൻ്റെ കൂടെ കുക്ക് ചെയ്യാം. ആൻഡ് അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ വിഷുവിന്. കാരണം എനിക്കിന്നൊരു പ്രാധാന്യമില്ല. കാരണം ഞാൻ വെറും ക്യാമറമാനാണ്. ആൻഡ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഷെഫ് ലതയാണ്. ഷെഫ് ലതനെ നേരിട്ട് കണ്ട് ബാക്കിയൊക്കെ സംസാരിക്കാം. ഷീസ് എ സൂപ്പർ സ്റ്റാർ. ഓക്കെ, അതാണ്. പക്ഷെ നല്ല ഒരുങ്ങി സുന്ദരിമാരായിട്ട് 2 പേര് വന്നിട്ടുണ്ട്. വേറൊരു സുന്ദരമുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹാപ്പി വിഷു. അപ്പൊ അതെ 2 പേര് നല്ല അടിപൊളിയായി ഒരുങ്ങിയിട്ട് ഡ്രസ് എന്താ കേർട്ടസി പ്രാണയാണ്, അല്ലെങ്കിൽ ശരിക്കുള്ള മഞ്ചാടിക്കുരുവാണ്. ശരിക്കുള്ള മഞ്ചാടിക്കുരു ഇത് കണ്ടോ? അതെന്താ? ഇത് എവിടെന്നാ വാങ്ങിയേ? അത് അവര് കമന്റ് ചെയ്യട്ടെ, മിക്കവർക്കും ഓർമ്മ കാണുമായിരിക്കും. മമ്മി നല്ല സുന്ദരിയായിട്ടുണ്ട്. ഹാപ്പി വിഷു എന്ന് കൂടെ പറഞ്ഞു. ഇത് ശീമാട്ടിയാണ്. ഏതാണോ സാരിയോ? അപ്പൊ മമ്മി ആക്ച്വലി നമ്മുടെ കൂടെ കുറെ നാളൊന്നും ട്രാവൽ ചെയ്തല്ലോ. 40 ദിവസമായി മമ്മി വ്ളോഗിൽ വന്നിട്ട് മമ്മിക്ക് തീരെ വയ്യായിരുന്നു. പക്ഷെ എല്ലാവരും പ്രാർത്ഥന ഉണ്ട്, മമ്മി ഇസ് മച്ച് ബെറ്റർ നൗ. മമ്മിയും മമ്മിയുടെ മോനും. മമ്മിയുടെ മോനായിരുന്നു തീരെ വയ്യാതായത്. മോനാരാന്ന് ആർക്കും അറിയില്ല കേട്ടോ. ഷാഡോ ആണ് മമ്മിയുടെ പങ്കാണ്. അതെ, അറിയില്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ സാധാരണ വിഷുവിന് എപ്പോഴും എന്താ കണിയും സദ്യയും അതൊക്കെ തന്നെയല്ല. ഇന്ന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ കുക്കിംഗ്, മമ്മിയുടെ ഫേവറേറ്റ് അല്ല, മമ്മിയുടെ ഫേവറേറ്റ് തിങ് ടു ഡു അല്ലെങ്കിൽ ടു വാച്ച് അല്ലെങ്കിൽ ഹർ പാഷൻ ഇസ് കുക്കിംഗ്.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ ലതാ മാം നമുക്ക് എന്തായാലും പരിചയപ്പെടണം. അപ്പൊ ഭയങ്കര ഫാനാണ്. അപ്പൊ മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രിയ എന്തെങ്കിലുമൊക്കെ വെക്കാതെ കണ്ട് പഠിക്കും. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വിഷുവിന്റെ സ്പെഷ്യൽ അവർക്കും കുക്ക് ചെയ്യാമല്ലോ. അപ്പൊ വിഷു ഒരു ആഘോഷം തന്നെയായിട്ട് നമുക്ക് കിച്ചണിൽ, ഹയാത്തിന്റെ കൂടെ കിച്ചണിൽ തന്നെ നമുക്ക് ചെയ്യാം അല്ലെ. സദ്യ കഴിക്കാൻ കിട്ടില്ല. ഇന്ന് വിഷു അല്ല കേട്ടോ, അതൊരു കാര്യം പറയാനുണ്ട്. ഇന്നേ വിഷു അല്ല കേട്ടോ, ഇത് വിഷുവിന്റെ തലേ ദിവസമാണ് എടുക്കുന്നത്. വിഷു നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക. അത് വ്ളോഗ് ചെയ്യുന്നില്ല, അത് എപ്പോഴും ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് പിന്നെ ചെയ്യും. ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യാനാണ്. ആൻഡ് വി വെരി എക്സൈറ്റഡ്. എനിക്ക് കുക്കിംഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മമ്മിക്ക് കുക്കിംഗ് ഭയങ്കര ഫാനാണ്. അപ്പോൾ പോവാലോ. ഈ വേദു ഭയങ്കര ഷൈ ആണ്. ഇന്ന് ജുബയൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും, നിൽക്കുന്നില്ല. വേദു അവിടെ ഷാർപ്പുണ്ടേ. ആ ഡാൻസ് മാഷ്, നമുക്ക് ഗോപി മാഷ് ഇട്ടാലോ പേര്. എന്റെ ഗോപി മാഷ് എങ്ങനെയാ എന്നെ പഠിപ്പിച്ച ഗോപി മാഷാ ഡാൻസ് മാഷ്. എന്റെ ഗോപി മാഷിന്റെ എനിക്ക് ഓർമ്മ വരും. അല്ല മുടിയില്ലെന്നല്ല, ജീൻസ് ഇടുമ്പോ എനിക്ക് ഗോപി മാഷ്. അതെ അതിന്റെ ഇടയ്ക്ക് വേദുവിന് കുറച്ച് ഫ്രൈംസ് ഒക്കെ ആയിട്ട് പ്രിയ വരുന്നുണ്ട്. വേദുവിന് ഇപ്പൊ വേണ്ടാന്ന്. അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ്, എസ്പെഷ്യലി കളിനറി വേൾഡിലെ. എന്തൊക്കെ അക്കംപ്ലിഷ്മെന്റ്സും അവാർഡ്സ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, അത്രയധികം ഉണ്ട്. ഒള്ളി തിങ് ഞങ്ങൾ ഫാൻസ് ആണ്, കാരണം അത്രയും നല്ല ഭക്ഷണമാണ് മാം കുക്ക് ചെയ്യുന്നത്. മാമിന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമസ്തേ മാം. മിക്കവർക്കും അറിയായിരിക്കും. ഞാൻ ഷെഫ് ലത, ഇപ്പൊ ഗ്രാൻഡ് ഹയാത്തിന്റെ മലബാർ കഫേയുടെ മാസ്റ്റർ ഷെഫാണ്. ഇതിന്റെ CDC കൂടിയാണ് ഞാനിപ്പോൾ 3.5 വർഷമായി ഇവിടെ വന്നിട്ട്. ഇതിന്റെ പ്രീ ഓപ്പണിംഗിൽ തന്നെ ഞാൻ ഇവിടെ ഉണ്ട്. മാഡം ആക്ച്വലി ആദ്യത്തെ ഹെഡ് ഷെഫ് അല്ലേ കേരളത്തിലെ വുമൻ ഹെഡ് ഷെഫ്? അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ട്. ഇപ്പൊ മാഡം എന്തൊരു അവാർഡ് ഇപ്പൊ കിട്ടി? വേൾഡ് വുമൺ ലീഡർഷിപ്പ് അവാർഡ് കേരളയുടെ എനിക്കാണ് കിട്ടിയത്. വേൾഡ് വുമൺ ലീഡർഷിപ്പ് അവാർഡ് മമ്മി നമ്മുടെ ഷെഫ് അതൊക്കെ തന്നെയാണ്. പ്രിയ കണ്ട അനുഗ്രഹിക്കണം. നമ്മള് പ്രിയ നല്ല ഷെഫായി വരട്ടെ ഭാവിയില്. സോറി കുക്കായി വരട്ടെ. എല്ലാവരും ഷെഫ്മാരാണ്. അതെ, നമ്മുടെ അമ്മയാണ് നമ്മുടെ ആദ്യത്തെ ഷെഫ്, മാസ്റ്റർ ഷെഫ് തന്നെയാണല്ലോ. അപ്പൊ ലോകത്തിലെ എല്ലാവർക്കും ഒരു ഷെഫ് ഉണ്ട്. ആ ഷെഫ് നമ്മുടെ അമ്മയാണ്, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയായിരിക്കും. ലോകത്തിലെ എൻ്റെ ചെറിയച്ഛനാണ് ശരിക്കും. എൻ്റെ അമ്മയും എൻ്റെ ചെറിയച്ഛനും, അതായത് അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിന് പെൺകുട്ടികളില്ല, ആൺകുട്ടികളാണ്. അപ്പൊ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ എന്നെ അവിടെ കൊണ്ടുപോയിരുന്നു. അപ്പൊ പുള്ളി നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് നോക്കി. 32 years. ഓൾമോസ്റ്റ് നമ്മുടെ ഏജ് ഉണ്ട് മാമിന്റെ എക്സ്പീരിയൻസിന്. അപ്പൊ ഇന്ന് വിഷു സ്പെഷ്യൽ ആയിട്ട് മാം ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒത്തന്റിക് ബ്രാഹ്മിൺ ഡിഷായിട്ടുള്ള പുളിശ്ശേരി. അത് മാമ്പഴം കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, ഞാൻ പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് അത്. അതെ, മാമ്പഴം നമുക്ക് ചന്ദ്രകാരം കിട്ടാത്തത് കൊണ്ട് നമ്മളിപ്പോ പഴപുളിശ്ശേരി ആക്കിയത്. പിന്നെ എല്ലാവരും ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്ന ഇഞ്ചിയൊക്കെ ചേർത്ത്. ഞാൻ ഇന്ന് ഡേറ്റ്സ് കൊണ്ടുള്ള ഇഞ്ചിപ്പുളിയാണ്. പിന്നെ ബീറ്റ്റൂട്ട് കൊണ്ട് ഒരു പച്ചടി. അപ്പൊ സദ്യയിലേക്കുള്ള നമ്മൾ ആദ്യം തന്നെ പുളിശ്ശേരി തുടങ്ങാം. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന. മമ്മി പ്രിയ ബുക്കൊന്നും ഇല്ല നോട്ട് ചെയ്യാനായിട്ട്, വേണ്ട വീഡിയോന്റെ റെഫറൻസ് ആയി ഉപയോഗിക്കാം. റെക്കോർഡായിട്ട് കിടക്കുകയല്ലേ, എത്ര വർഷം വേണമെങ്കിലും കാണുമല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് പഴം പുളിശ്ശേരി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ സമയം നമുക്ക് വേഗം കഴിയണമെങ്കിൽ ഇവിടെയും കൂടെ ഒരു ഡിഷ് ഉണ്ടാക്കാം. നമുക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. മാഡം ആണെങ്കിൽ ഒരു 5 ഡിഷ് ഇവിടെ ഒറ്റയടിക്ക് കുക്ക് ചെയ്ത് കളയും. 2 കൈയൊക്കെ വെച്ചിട്ട് അപ്പൊ കണ്ണൊക്കെ അടച്ച് കുക്ക് ചെയ്ത് കളയും. ഇതിപ്പോ ഏതെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ കോക്കനട്ട് ഓയിലാണ്. കേരള ഡിഷൊക്കെ നമ്മൾ കോക്കനട്ട് ഓയിലാണ്. ഇപ്പൊ എല്ലാവരും തടുക്ക സെക്കൻഡറി ആണ്. ഞാൻ ഈ തടുക്ക ഫസ്റ്റ് ഇത് ഫെനുഗ്രിക് ആണ്. കുറച്ച് ഉലുവ ഇട്ടു. കുറച്ച് ഉലുവ. ഓക്കെ, കുറച്ച് മുളക്. ഇതിപ്പോ പഴം പുളിശ്ശേരി അല്ല അമ്മ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് മുളക്. നമ്മള് ഇത് വെറൈറ്റി ആണ്, ഫുൾ വെറൈറ്റി ആയിരിക്കും അമ്മ. കുറച്ച് കരിവേപ്പില. പ്രിയയുടെ നോട്ടം മൊത്തം പാത്രത്തിലേക്കാണ്. നല്ല പാത്രം. ഇതെന്ന് വെച്ചാൽ ഇത് കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. അത് മാത്രമല്ല ഇതിങ്ങനെ പിടിക്കൂല, അടിക്ക് പിടിക്കൂല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ പാത്രം. പക്ഷെ ടെഫ്ലോണൊന്നും ഇല്ല. ഇത് SS ആണ്, പ്യൂർ SS ആണ്. ഭയങ്കര സംഭവമായിട്ട് പാത്രമൊക്കെ തന്നെ. അടി പിടിക്കില്ല.
പിന്നെ ഇൻഡക്ഷനിൽ വെക്കുമ്പോൾ നമ്മൾ നല്ല കെയർ ചെയ്യണം. ഒന്ന് കൂടി പോയാൽ നമ്മളിപ്പോൾ ഇത് ഒരു 4 ലിറ്റർ 7ലാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് തടിക്കൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരു 7 ഇത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി ഒരു 12 ഇട്ടാൽ മതി. നമ്മളിതാ അടുത്ത പഴം. ഇത് എന്ത് പഴം? ഇത് നേന്ത്രപ്പഴം. എത്ര? ഒരുപാട് പഴുത്തല്ല, അത് 2 പഴം മാത്രമേ ഇടൂ. 2 പഴം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 6 പേരുള്ള വീട്ടിലേക്കുള്ള പുളിശ്ശേരി റെഡിയാണ്. ഓ, അധികം പഴുത്തത് വേണ്ട, അത് ഒരുപാട് പഴുത്തത് വേണ്ട. മധുര ടേസ്റ്റ് കിട്ടുമോ? അതെ. കുറച്ച് മഞ്ഞപ്പൊടി. ഇതൊക്കെ മാം ജസ്റ്റ് അങ്ങനെ അളവൊന്നും ഇല്ലല്ലേ, ജസ്റ്റ് ഒരു കണ്ട് ജസ്റ്റ് അല്ലേ മറ്റേ സോൾട്ട് ബേ ഒക്കെ പോലെ. ഞാൻ ഇതിപ്പോ ഞാൻ സോൾട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്മെല് ചെയ്തിട്ട് ഞങ്ങൾ സോൾട്ട് കാണിച്ചു. ഇത് കുറച്ച് വെള്ളം, ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു. ഓക്കെ. നമുക്ക് ട്രൈ ചെയ്യണം. എല്ലാരും ട്രൈ ചെയ്യണം. അതിനാണ് നമ്മൾ ഇവിടെ വന്നിട്ട് എടുത്തിരിക്കുന്നത്. കാരണം സ്പെഷ്യൽ ഡിഷ് ആയിരിക്കും അല്ലേ പ്രിയ? നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ആവശ്യത്തിന് സോൾട്ട് ഇടുക. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾട്ട് നോക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് സോൾട്ടാണ് ഇട്ടത്. മണത്ത് സോൾട്ട് ഇത് കമ്മിയാണോ? ഇത് സോൾട്ട് കമ്മിയാണ്. അങ്ങനെ അറിയാൻ പറ്റും. മണത്ത് സോൾട്ട് അറിയാൻ പറ്റും. എങ്ങനെയാ മമ്മിക്ക് പറ്റുമോ? പിന്നെ പ്രിയ മമ്മി ഒറ്റ തള്ളാന്ന്. അറിയാൻ പറ്റും. ഒരുപാട് വേവണ്ട കേട്ടോ, ഒരുപാട് വേവണ്ട. ഏകദേശം ഒരു എത്ര മിനിറ്റ് വേണം? ഇത് നമുക്ക് മാക്സിമം ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 15 to 20 മിനിറ്റ്. 20 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ആവും. ടൈം നോക്കുക, ഇപ്പൊ തന്നെ ടൈം നോക്കാം. വളരെ വേഗമാവുന്ന ഡിഷാണ്. എന്നിട്ടാണ് ചേർക്കാൻ പോകുന്നത് പേസ്റ്റ് ആണത്. മിക്സിയിൽ നന്നായിട്ട് തേങ്ങ പീര എടുത്ത് മിക്സിയിൽ അടിക്കുമോ? ഇത് ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് കുറച്ച്. ഇത് ഒത്തന്റിക് ബ്രാഹ്മൺ ആണ്. അപ്പൊ അതില് നമ്മൾ വെളുത്തുള്ളി ഉള്ളി ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതില് കോക്കനട്ട് അരച്ചതും എന്താ ചേർത്ത്? വേറെ കോക്കനട്ട് അരച്ചതും ജീരകവും മാത്രം. അപ്പൊ അത് തേങ്ങാപ്പീര മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് ജീരകം കൂടി ഇടും, അങ്ങനെയാണോ? ജീരകപ്പൊടി ഇട്ടാലും മതി. ജീരകപ്പൊടി മിക്സിയിലിട്ട് അടിക്കും. ഓക്കെ. മോനെ തൈര് കൊണ്ടുവരാ. അപ്പൊ ഇതിന്റെ കണക്കൊന്നും ഇല്ല കേട്ടോ മാം, എല്ലാം ജസ്റ്റ് ഇടുവാണ്. അപ്പൊ നിങ്ങളത് ഏകദേശം ഇത് കണ്ടല്ലോ. 2 പഴത്തിന് നമ്മളിട്ട് ഇതിന്റെ ഹാഫ്, അതായത് ഒരു 220 ml വാട്ടർ ഉണ്ടാവും. ഓക്കെ. തൈര് എന്റെ കണക്കിൽ 100 ml ആണ് തൈര്. 100 ml തൈര്. കോക്കനട്ടോ? ഒരു മുറി തേങ്ങയുടെ പകുതി. നമ്മുടെ ഇത് റെഡിയായി. കാണുമ്പോ തന്നെ ഉണ്ടല്ലോ. കുറച്ച് പെപ്പർ പൗഡർ ഇടും. എന്നിട്ട് ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ചുകൂടി കുറവാണോ? ടേസ്റ്റ് ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ, ഇതുവരെ മാഡം ടേസ്റ്റ് നോക്കിയിട്ടില്ല. ഇതാണ് ശരിക്കും ഒത്തന്റിക് ബ്രാഹ്മൺ അല്ലേ? മോനെ ബൗൾ മമ്മി എങ്ങനെയുണ്ട് ടി വി കാണുന്നത് നേരിട്ട് ചെയ്യുമ്പോ? വേണ്ട, അങ്ങോട്ട് മാറി നിന്നു. അപ്പൊ ഫസ്റ്റ് ബനാന പുളിശ്ശേരി റെഡി കേട്ടാ. 15 മിനിറ്റ് ഒക്കെ വേണം പറഞ്ഞാൽ എനിക്കൊന്ന് 10 മിനിറ്റ് 12 മിനിറ്റിലായി. ഓക്കെ. മാക്സിമം ഞാൻ പറയുന്നത് 20. എൻ്റെ എല്ലാ ഡിഷിനും ഞാൻ പറയുന്നു പൊട്ടറ്റോ വേവാനുള്ള ടൈം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ബാക്കി എനിക്ക് 5 to 7 മിനിറ്റ് ആണ് ഞാനൊരു ഫുഡ് ഫിനിഷ് ആക്കാൻ ഉപയോഗിക്കുന്ന ടൈം. ഇത് എല്ലാവർക്കും അപ്പൊ വീട്ടിലും ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലേ? നമ്മളിപ്പോ കാണിക്കുന്ന എല്ലാം എളുപ്പമല്ലേ? അതെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതാണ് ഈസി ഉള്ള ഒരു ഇത് ഞാൻ തന്നത്. ഇതാണ് നമ്മളിപ്പോ ഈ ഇഞ്ചിപ്പുളി. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ്സ് വെച്ചുള്ള ഇഞ്ചിപ്പുളി. ഇഞ്ചി ചേർക്കണം, പക്ഷെ ഡേറ്റ്സ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ? ഇതിനും ശർക്കര ഇടും നമ്മള്. കുറച്ച് ശർക്കര മതി. അപ്പൊ ആദ്യമേ കുറച്ച് ഇഞ്ചി ഫൈനലി ചോപ്ഡ് ഇഞ്ചിയാണ്. അത് ഏകദേശം എത്ര ആണ് വേണം? ഇതൊരു 20 ഗ്രാം. ഇതിനൊരു ടേബിൾ സ്പൂൺ. എനിക്ക് ഗ്രീൻ ചില്ലി താടാ. ഇതേ നിങ്ങൾ അളവൊന്നും ജസ്റ്റ് നോക്കണ്ട കേട്ടോ. ഇത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെ തന്നെ ചെയ്താൽ മതി, എന്തായാലും ടേസ്റ്റ് ആയിരിക്കും. കാരണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ. ഇഞ്ചി ഒന്ന് താളിച്ചെടുക്കുക. കുറച്ച് വെളുത്തുള്ളി.
അങ്ങനെ അങ്ങനെ തന്നെ ഇടും അല്ലേ? പച്ചമുളക് ചോപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഓ വെളുത്തുള്ളി അപ്പോൾ അരക്കൊന്നും വേണ്ട? വേണ്ട വേണ്ട വേണ്ട. വേണ്ട വേണ്ട. ഓക്കെ, കുറച്ച് പച്ചമുളക്, നല്ല സ്മെല്ലല്ലേ? അത് നമ്മുടെ ഈ കേരള കുക്കിങ്ങിൻ്റെ സ്പൈസസിൻ്റെ സ്മെല്ല് ഭയങ്കര ഒരു ഫീല് തന്നെയാണ് ശരിക്കും. ഇനി അടുത്തത് സ്മെല്ല് കൊണ്ട് അറിയാൻ പറ്റും എന്താ കുറവെന്നുള്ളത്. ആർക്ക്? എനിക്കല്ലേ, നല്ലെണ്ണ. എല്ലാം നല്ലെണ്ണയാണ്. എക്സ്പേർട്ടായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ആ ഇതുപോലെ വേദുവിനെ പോലത്തെ പിള്ളേർക്ക് എക്സ്പേർട്ട്, ഒരു എക്സ്പേർട്ട് പോകുന്നു. അപ്പം കരിവേപ്പില. ഇതെല്ലാം മീഡിയം ഹീറ്റിലാണോ കുക്ക് ചെയ്യുന്നത്? മീഡിയം ഹീറ്റ്. എപ്പോഴും നമ്മൾ ഫുഡ് എന്ത് സ്പൈസസ് ആയാലും എന്തും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 100 ഡിഗ്രിയിൽ ഒരിക്കലും ഒരു സാധനം കുക്ക് ചെയ്യാണ്ടിരിക്കാം. 100 ഡിഗ്രി വാട്ടർ മാത്രം ബോയിൽ ചെയ്യുന്ന 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഫുഡൊന്നും കുക്ക് ചെയ്യാണ്ടിരിക്കും. കാരണം ഫുഡിൻ്റെ എന്ത് ഫുഡിനും അതിൻ്റെ ഫ്ലേവർ ലോക്ക് ആവണമെങ്കിൽ നമ്മൾ ഒരു 60 to 70 ഡിഗ്രിയിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നോൺ വെജ് ആണെങ്കിലും ഫസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ എപ്പോഴും സിമ്മാക്കണം. അപ്പൊ എപ്പോഴും മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യേണ്ടത്. അത് പ്രഷർ കുക്കർ ആണെങ്കിലും മുത്തശ്ശിമാരൊക്കെ കണ്ടില്ലേ, ഫുഡ് ആയി കഴിഞ്ഞാൽ അമ്മയ്ക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ അത് കനലൊക്കെ മാറ്റി അടച്ചു വെച്ച് അവിടെ തന്നെ ഇരിക്കും. ചിക്കനൊക്കെ ആണെങ്കിലും നമ്മളുണ്ടല്ലോ ഭയങ്കര ഇതിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിക്കൻ്റെ മുകളിലത്തെ ആ മീറ്റ് അങ്ങോട്ട് ഫസ്റ്റ് കുക്കാവും. അകത്തുള്ളത് മസാലയും പിടിക്കില്ല, ഇത് കുക്കാവും. കാരണം അകത്തേക്ക് പിന്നെ പോവാൻ സൗകര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കുക്കിംഗ് എപ്പോഴും കുക്കിംഗ് മെത്തേഡ് നമ്മൾ ഈ രീതിയിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. വേഗം ഫുഡ് ആവണമെന്ന് വിചാരിച്ച് വേഗം കുക്ക് ചെയ്യരുത്. എപ്പോഴും ആ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ കയറുള്ളൂ. ഇനി അടുത്തത് മെയിൻ സാധനം ഡേറ്റ്സ്. ഇതെത്ര ഒരു 50 ഗ്രാം ഡേറ്റ്സ്. അത് സീഡ് ഇല്ലാത്ത ഡേറ്റ്സ് ആണ്. സീഡ് ഉള്ളത് കട്ട് ചെയ്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, ജസ്റ്റ് ഗാർലിക്കിനൊരു കളർ. ഇതൊക്കെ മാഡത്തിന്റെ ഓൺ റെസിപ്പി അല്ലേ? എനിക്ക് ഒരെണ്ണം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് അത് ഉണ്ടാവും. അതേതായിരുന്നു? മറന്നുപോയി. കുറച്ച് ഉപ്പ്, കോഫി. അതിങ്ങനെ കാണിച്ചു തരാം. മമ്മി കഴിഞ്ഞാണ് വന്നപ്പോ എന്തോ സ്പെഷ്യൽ റെസിപ്പി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുടിച്ചത്. ഉപ്പൊക്കെ ജസ്റ്റ് ഇടുവാടെ മണത്തിൽ കൂടെ. പ്രിയ മണത്തിൽ കൂടെ അറിയുമെന്ന് നോക്ക്. കുറവാണ് മാഡത്തിന് ഇപ്പൊ മണക്കും വേണ്ട, കാഴ്ചയിൽ കൂടെ തന്നെ മനസ്സിലായി. ഇത് പുളിവെള്ളം. ഓക്കെ. മിക്കവാറും ഇതൊക്കെ കാണിച്ച് ഞാൻ വെജിറ്റേറിയൻ ആവും തോന്നുന്നു കേട്ടോ. ഇന്ന് സ്പെഷ്യൽ അല്ല, ഇതുപോലത്തെ ഷെഫൊക്കെ കുക്ക് ചെയ്ത് ധൈര്യത്തോടെ വെജിറ്റേറിയൻ ആവും. അതെ, താല്പര്യം തോന്നി തുടങ്ങിയത്. കുറച്ച് വെള്ളം, കുറച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം തണുത്ത ഉടനെ വീണ്ടും മാത്രം നമ്മൾ ഹൈലാക്കും. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ഇഞ്ചിക്കറിയിൽ ലാസ്റ്റ് ശർക്കരയൊക്കെ ഇടുന്ന മാതിരി അത് ഇടണ്ട. ഇതിന് പകരം ഇതിന് വേറൊരു ലാസ്റ്റ് നമ്മുടെ ഒരു പൊടിക്കൈയുണ്ട്. ഒരു പൊടിക്കൈയാണ് സീക്രട്ട്. ഇപ്പം ഒരു OHF കൂടെ വെളിയിൽ വരാൻ പോവാണ്. ഇറക്കുവാട്. കുറച്ച് ജാഗറി അല്ലേ, ശർക്കര പാവ് കുറവുണ്ട്. ഞാനത് റെഡി. ഇത് എത്ര കാണും? ഇതൊരു 50, ഇതിനൊരു 1.5 ടേബിൾ സ്പൂൺ. 1.5 സ്പൂൺ. സാധാരണ രീതിയിൽ ഈ സ്പൂണിനാണെങ്കിൽ ജാഗരി സിറപ്പ് ഇത്രയും സാധനം ഉണ്ടാക്കാൻ 2 സ്പൂൺ. നമുക്കൊരു 10 പേർക്ക് സുഖമായിട്ട് വേണം. ഇത്രയും ആൾക്കാർ കഴിക്കും. അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. അത്രയും ടേസ്റ്റ് ആയിരിക്കും. കഴിക്കും. ഉപ്പ് കുറവുണ്ടെന്ന് മമ്മി പതുക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും എന്തൊരു കൊതിയാന്ന് നോക്ക്. ഇവിടെ നിന്ന് മാം ഇവിടുന്ന് കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഇതായോ? പിന്നെ അടുത്തൊരു അപ്പൊ ഇതിൽ പൊടിക്കൈ എന്തോ? ഓ, അത് ഇതിന്റെ തന്നെയാണല്ലേ? ഇതാണ് സീക്രട്ട്. എല്ലാരും നോക്കിക്കോ അവിടെ. ഇതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നിങ്ങളും മാസ്റ്റർ ഷെഫ് ആവും. അരിയാ
കൊള്ളാമല്ലോ. ഇത് ശരിക്ക് ഇതിൽ ബ്രാഹ്മിൻസ് ആണ് ഇതിൽ ഗാർലിക് ചേർക്കൂല. അവര് ഇത് ഇഞ്ചി ഇട്ട് പഴുത്ത മാങ്ങ ഉണ്ടല്ലോ, പഴുത്ത മാങ്ങ തരാന്ന് പറയും. പഴുത്ത മാങ്ങ ഉണക്കി വെക്കുന്ന അമ്മയ്ക്ക് അറിയാം. അപ്പോൾ പഴുത്ത മാങ്ങ നന്നായിട്ട് ഉണക്കി വെക്കും. അത് എന്നിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഞെരടിയെടുക്കും. എന്നിട്ട് ഇഞ്ചി ഇങ്ങനെ ചെയ്തിട്ട് വെളുത്തുള്ളി ഇടാതെ ഞാനൊരു ഗാർലിക്ക് ചേർത്തുന്നുള്ളൂ. അപ്പോൾ സദ്യയുടെ ആകുമ്പോൾ ഒരു ഗാർലിക് ഉള്ളത് നല്ലതാണ്, എല്ലാം കൂടെ കഴിച്ചിട്ട് ഇതാണ്. എന്നിട്ട് അവരെന്താക്കും, ഇതേപോലെ തന്നെ ഉണ്ടാക്കും. ഇത് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ്. ഇത് ബ്രാഹ്മിൻസ് ചെയ്യുന്നതാണ് ഇത്. ഓ, അതിന്റെ രുചി വേറെ ആയിരിക്കും. നോക്കാം എന്താ സംഭവം. ഭയങ്കര എക്സൈറ്റ്. അരി വേവിച്ചിട്ട് പോലും ഇല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്, എണ്ണ പോലും ഇല്ലാതെ. നമ്മുടെ അജിനമോട്ടോ ഇതാണ് കേരളത്തിൽ. എന്ത് അരിയാണോ? അരിയും കേട്ടല്ലോ, സീക്രട്ട്. ഉലുവ, കുറച്ച് ഉലുവ, കുറച്ച് അരി. ഇത് അരി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാമോ? പച്ചരി ഉപയോഗിക്കാം. പച്ചരി പാടില്ല, ചുമന്നരിയാ പറ്റും. ഓക്കെ. ഉലുവ, പിന്നെ അത് ജീരകം. ഇതൊക്കെ മാമിന്റെ ചെറിയച്ഛൻ പറഞ്ഞു. ഇത് എന്റെ അച്ഛമ്മ പറഞ്ഞത്. എല്ലാം ഫാമിലി റെസിപ്പീസ് മാം ഇവോൾവ് ചെയ്തെടുക്കും, അങ്ങോട്ട് റിഫൈൻ ചെയ്തെടുക്കും. അതാണ് അതുകൊണ്ടാണ് ആ നാടൻ ടേസ്റ്റ് വരുന്നത്. പക്ഷെ ഒരു ചെറിയ ടച്ച് ഓഫ് മോഡേണിറ്റി ഉണ്ട്. അതൊക്കെയാണ് ഒരു ഷെഫിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇത് കുറച്ച് കടുക്, എള്ള്. ആ, ഓ, ചുമന്ന മുളക്. അത് കൊള്ളാമല്ലോ. ഇഞ്ചിക്കറിയിൽ എള്ള്, എല്ലാവരും കടുകല്ല ഇടുന്നത്. നമ്മുടെ ഇഞ്ചിക്കറി അല്ല, ഇതല്ല, ഇത് ഒരു സീക്രട്ട് ഇനിയും വരും. ആ, ഇതാണ് ഇഞ്ചിക്കറി വിത്ത് ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്കില്ലേ ശരിക്കും ഇതിനൊക്കെ കഴിക്കാൻ പറ്റും. ഈ ഫിഷിൻ്റെ ഒക്കെ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് നമുക്കിപ്പോൾ നമ്മളെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കൂലേ, അതിന് പകരം നമുക്ക് ഫിഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മൾ ഇതൊന്നും സോസ് ആയിട്ട് ഉപയോഗിക്കാം. ഓ, കണ്ടിട്ട് ഭയങ്കര ഫ്ലേവർ. ഓ, ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണത്. നമ്മുടെ പഴംപുളിശ്ശേരി അവിടെ വെയിറ്റ് ചെയ്യില്ല ടേസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ എന്തായാലും എല്ലാം കൂടെ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യുള്ളൂ. പ്രിയ അത് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്താണ്. ഇത് മൊത്തം പ്രിയ ഒറ്റയ്ക്ക് കുക്ക് ചെയ്താണ്. അപ്പൊ ഇതിൽ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് വരാനുണ്ട്. പക്ഷെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത സമയത്ത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും കൂടെ ചെയ്യാൻ പോകും. 50 ഗ്രാം. ഇത് 50 ഗ്രാമേ ഉള്ളോ? 50 ഗ്രാം. 50 ഗ്രാം ചോപ്പ് ചെയ്ത്. ആ, ഓക്കെ. 50 ഗ്രാം ബീട്രൂട്ട് ഫൈൻലി ചോപ്ഡ് ആണ്. കുറച്ച് വെള്ളം. ഒന്ന് വേവാന് അധികം വേവരുത്. പച്ചടി ഒന്നും ശരിക്കും അധികം വേവേണ്ട ആവശ്യമില്ല. അപ്പൊ ഏകദേശം ഒരു മീഡിയം ഹീറ്റിൽ എത്ര നേരം വേണം ഇത്? ഇതൊരു മാക്സിമം 8-10 മിനിറ്റ് മതി. എത്ര മുളകുണ്ട്? 3 മുളകുണ്ട്. 3 മുളക്, കുറച്ച് കരിവേപ്പില. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് വന്നു. ഇത് വന്നു കേട്ടോ. നമ്മൾ പൊടിച്ച സാധനം വന്നിട്ടുണ്ട്. ഇതാണ് ഭയങ്കര സീക്രട്ട് ആയിട്ട്. അത് വെളിയിലായിരിക്കുവാണ്. അപ്പൊ നിങ്ങൾ അല്ലാതെ എന്തായാലും ട്രൈ ചെയ്യണം വിത്ത് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കേട്ടോ. ഇത് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി സ്പീഡിലാണ് മാഡം കുക്ക് ചെയ്യുന്നത്. ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ആ, ഓക്കെ. എന്താ അതിനിടയ്ക്ക് അവിടെ എന്താ ഒരു സീക്രട്ട്? ഞാൻ കേട്ടില്ല. ഓക്കെ, കുറച്ച് ഉപ്പ്. ഇനി എന്താ? ഫുൾ കളേഴ്സ് അല്ലേ? എനിക്ക് നോക്ക്, റെഡ്, അത് യെല്ലോ, ഇത് മറ്റേ ഒരു ബ്രൗൺ. ഇത് ആക്ച്വലി ഒരു ഫിഷ് ഫിംഗേഴ്സ് ഒക്കെ മുക്കി കഴിച്ചാൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും ഞങ്ങള്. ഫ്രഞ്ച് ഫ്രൈസ്, ഈവൻ സമൂസ. പ്രിയ സമൂസ വരെ ചിലപ്പോൾ മുക്കി കഴിക്കാം. ആ, ഒരു സമൂസ ആണെങ്കിൽ വാങ്ങി മുക്കി നോക്കാം. നമുക്ക് നോക്കാം ടേസ്റ്റിംഗ് ഒക്കെ. പിന്നെ തേങ്ങാ പേസ്റ്റ് കിട്ടേണ്ട താമസമേ ഉള്ളൂ. ഓക്കെ, ഇതിലും തേങ്ങാ പേസ്റ്റ് തന്നെ ഉപയോഗിക്കാം. കടുകും കൂടെ അത് വേണം, അത് കൊള്ളാം. മാഡം ഒന്നും കൂടെ പറയൂ മാഡം, കിച്ചണിൽ പ്രൊഫഷണൽ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും വീട്ടിൽ കുക്ക് ചെയ്യുന്നതും മെയിൻ ഡിഫറൻസ് മാം തോന്നുന്നത്? അതായത് വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കേടായാലും കുറച്ച് മോശമായാലും നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ഇന്ന് കൊടുത്തതല്ലാത്ത നാളെ വേറെ ഒരു
ഇന്ന് കഴിച്ച ഡിഷിന്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കും നാളെ അവർ വരുന്നത്. അപ്പൊ നാളെ ഞാൻ വേറൊരു ടൈപ്പ് ഫിഷ് ഫുഡാ കൊടുത്തതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് പറ്റില്ല. അവരത് ചിലപ്പോ ഇപ്പം എക്സാമ്പിള് ഇപ്പം നമ്മുടെ സ്റ്റീഫൻ ദേവസ്യ പുള്ളിക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മീൻകറി ഉണ്ട്, ഞാൻ ഫ്രൈ കൊടുക്കുന്ന ഒരു ഫിഷ് ഉണ്ട്. അതിപ്പോ ഒരു 10 വർഷം കഴിഞ്ഞാലും അത് കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ട് വേറെ ആരും കൊടുത്തു ഷെഫ് അവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഓ അത്രയും അവരുടെ മനസ്സിൽ അതേ ഈ ഫുഡ് മെമ്മറീസ് ആയിട്ട് ഭയങ്കര ബന്ധമാണ്. വിളിക്കില്ല പുള്ളി, അമ്മ എന്നാണ് എന്നെ വിളിക്കുക. അപ്പൊ വരുമ്പോഴേ എന്നെ വിളിച്ചു പറയും അമ്മ ഞാൻ നാളെ ആ സെയിം ഫിഷ് വേണം. അത് വേണം. അതുപോലെ രവി സാറിന്റെ ഷെഫ് ആയിരുന്നു, പേഴ്സണൽ ഷെഫ് ആയിരുന്നു യൂസഫ് അലി സാറിന്റെ പേഴ്സണൽ ഷെഫ് ആയിരുന്നു. എത്ര ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റ്സിനും എത്ര വർക്കുകാരൊക്കെ എന്തൊക്കെ മെനു. ഇത് മാത്രമല്ല കേട്ടോ, കേരള ഫുഡ് മാത്രമല്ല വേണം കുക്ക് ചെയ്യുന്നത്. അത്രയും വർഷമായില്ലല്ലോ. അതെ, ആയുർവേദമൊക്കെ കുറച്ച് വിഷു ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ചൈനീസ് കോണ്ടിനെന്റൽ വെജ് ബാക്കിയുള്ള കേരള ഫുഡാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളതൊക്കെ അറിഞ്ഞിരിക്കണല്ലോ, നമ്മൾ ഈ പ്രൊഫഷൻ ആവുമ്പോൾ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റണത്. എസ്പെഷ്യലി ഹെഡ് മാസ്റ്റർ ഷെഫും കൂടെ അല്ലേ. സംസാരത്തിനൊക്കെ ഇടയിൽ ഇത് ഈ സാധനം കുക്കായി ഏകദേശം 8-9 മിനിറ്റ്. കടുകും തേങ്ങയും കൂടെ അരച്ചതാണ്. കടുകും തേങ്ങയും. അതും എത്രയാ? അര തേങ്ങ? ഒരു മുറിയുടെ പകുതി. ഒരു മുറിയുടെ പകുതി. ഓക്കെ. തേങ്ങയൊന്നും ഒരുപാട് തിളക്കരുത്. ഒരുപാട് തിളക്കുമ്പോൾ കളറ് മാറും, രുചി മാറും, തേങ്ങയുടെ ഫ്ലേവറും പോകും. എല്ലാ സാധനങ്ങളും സ്ലോ കുക്കിംഗ്. അതാണ് മെയിൻ കേട്ടോ. എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് സ്ലോ കുക്കിംഗ് ആണ്. വെപ്രാളം പിടിച്ച് കുക്ക് ചെയ്യരുത്. തൈര് ഒഴിക്കും അതേപോലെ എപ്പോഴും ഓഫ് ചെയ്തതിന് ശേഷം. തൈര് ഒഴിക്കലും കുക്കാവും പാടില്ല. ഓഫ് ചെയ്തിട്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. തൈര് ഏത് ഡിഷിൽ ആഡ് ചെയ്യുകയാണെങ്കിലും പിരിഞ്ഞും ഭംഗി ഉണ്ടാവില്ല. ഇത് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നണം. എക്സാക്ട്ലി. ഫുഡ് കാണാനും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എപ്പീലിംഗ് ആയിരിക്കണ്ടേ. പ്രിയക്ക് എങ്ങനെയെങ്കിലും 1/2 മണിക്കൂർ ആയല്ലോ എന്ന്. ഉപ്പ് കുറവാന്ന് പ്രിയ. അതെങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും ഒരു ടേസ്റ്റ് അതെങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, ഇനി അടുത്ത ഇതിലേക്കുള്ള മാജിക് ഇൻഗ്രീഡിയൻസ് ഇല്ല. അവിടെ വേറെ കുട്ടി ഷെഫും കൂടെ ഉണ്ട്. എവിടെ പാട്ട് മാഷ്, ഡാൻസ് മാഷ്. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് അരച്ചതുകൊണ്ട് ഞാൻ കടുക് ഇതിലിടാറില്ല. ഞാനിടാറില്ല, എല്ലാവരും കടുകിന്റെ ഫ്ലേവർ ഉണ്ടോ. കടുക് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കടുക് ഇട്ടിട്ടല്ലേ വേണമെങ്കിൽ, പക്ഷെ സെപ്പറേറ്റ് ആണ്, ഇടാറില്ല. ഓക്കെ, കുറച്ച് കറിവേപ്പില, പകരം ഞാൻ ജീരകം, ചൂടാവേതു ഓടിക്കവേതു, ചൂടാണ്, ഓടിക്കോ. പേടിയാ, ഇവര് ചൂട് ഭയങ്കര പേടിയാ. സൗണ്ട് കേട്ടോ ഓടും. ഫൈനൽ മിക്സിംഗ് ബൈ പ്രിയ. അതെ, ഇതും പ്രിയ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മുടെ 3 ഡിഷും അല്ല ഒരു ഉണ്ട്. അപ്പൊ നമ്മുടെ 3 ഡിഷും റെഡിയാണ്. പക്ഷെ ഇതല്ലാതെ മമ്മി കഴിഞ്ഞ തവണ വന്നപ്പോ ഇവിടെ ഒരു സ്പെഷ്യൽ കോഫി കുടിച്ചു. അതിന്റെ റെസിപ്പി ഇതുവരെ വെളി വന്നിട്ടില്ല. അതും നിങ്ങൾ ഇതിൽ കൂടെ തന്നെ അറിയാൻ പോവാണ്. എന്നാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് ടേസ്റ്റ് ചെയ്യണം. അത് അതിന് മുമ്പ് നമുക്ക് മമ്മിയുടെ ഇത് അറിയാമല്ലോ. മമ്മിക്ക് അങ്ങനെ സ്പെഷ്യൽ റെസിപ്പി കിട്ടാൻ പോവാണ്. മമ്മി പ്രിയ, ആ 3 ഡിഷ് ലെസ് ദാൻ 35 മിനിറ്റ്സിലാണ് മാഡം ചെയ്തിരിക്കുന്നത്. എല്ലാവരും വിചാരം എത്ര ടൈം എടുക്കും. നമ്മളൊക്കെ ചെയ്താൽ ടൈം എടുക്കും, പക്ഷെ എന്നാലും കോഫി പൗഡർ ഉണ്ടാക്കാൻ വേണ്ട. കോഫി പൗഡർ വന്നാൽ നമുക്ക് എന്ത് അസുഖം വന്നാലും കഴിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കോഫി പൗഡർ. അതിന്റെ പൗഡർ ഒരു ഹെർബൽ കോഫിയാണ്. ഹെർബൽ കോഫി, പക്ഷെ വിത്തൗട്ട് കഫേ. എല്ലാവർക്കും എല്ലാ അസുഖം വരുമ്പോഴൊക്കെ കഴിക്കാം. ഇതെന്താ ഇത്? മല്ലി നമുക്ക് നമ്മുടെ ബോഡി തണുക്കാനും വയറിലുള്ള എല്ലാ പ്രോബ്ലം ഇല്ലാണ്ടാവാനും നമ്മൾ മല്ലി ഉപയോഗിക്കുന്നു. കുറച്ച് കൊറിയാണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് താളിച്ചാൽ മതി അല്ലേ? നന്നായി ഫ്രൈ ചെയ്യണോ? ഓക്കെ, ഇപ്പൊ നന്നായി ഫ്രൈ ആയി. അടുത്തത് ജീരകം. പക്ഷെ കഫേൻ ഒന്നും ഇല്ലാതെ എങ്ങനെ കോഫിയുടെ ഫ്ലേവർ കാണുമോ? ആണോ? ആൻറ്റി കുടിച്ചു? ഞാൻ കുടിച്ചില്ലല്ലോ.
അത് ഡ്രൈ ജിഞ്ചറാണ്. ഡ്രൈഡ് ജിഞ്ചർ, ചുക്ക്. ഓക്കെ, ഡ്രൈഡ് ജിഞ്ചർ. ഈ ബേസിക്കലി ഗുണമുള്ള എല്ലാ സാധനവും ഉണ്ട് ഇതിൽ, അതാണ് സംഭവം. എന്താ മണം? ഇതെന്താ? അതാണ് നമ്മുടെ സീക്രട്ട്. അത് പറയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മമ്മിക്ക് അറിയാം അല്ലേ? അപ്പൊ ഇത്ര ഇത് കാണിച്ചിട്ട് എന്ത് ചെയ്യും? ചോദിക്കണം, നിങ്ങളുടെ ഓയിലപ്പിൽ വന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. OHF-ൽ നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കമന്റ് ആയിട്ട് ഇതിന്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കേട്ടോ. ഇതിന്റെ പൊടിച്ച പൗഡർ ആണല്ലേ? കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് പൗഡറാക്കി പിള്ളേർ കൊണ്ട് തരും. ഈ പൗഡർ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഈ പൗഡർ ആക്കി കുറച്ച് കോഫി വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓ, അങ്ങനെ 4 ഐറ്റം 40 മിനിറ്റ്. ഞാൻ 25 ഐറ്റം 30 മിനിറ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യും. ഒരു കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ. ഇപ്പൊ 10 മിനിറ്റ് മാക്സിമം എടുത്തില്ലല്ലോ നമ്മളൊരു സാധനത്തിന്. അതെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കുറെ സാധനങ്ങൾ കുക്ക് ചെയ്യും, അതാണ്. ആദ്യമേ പ്രിയ ടേസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര ഇഷ്ടമായി കറി. ഒന്നും പറയാനില്ല, എന്താ സ്വാദ്, സൂപ്പർ ആയിട്ട്. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യണേ. വെറുതെ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ സ്പൂണ് വാരി വാരി കഴിക്കാം. ഇത് സമൂസയുടെ കൂടെ എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കും. സമൂസ തരാം. ഒരു സമൂസയും കൂടെ നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. ഒരു സമൂസയുടെ കൂടെ ടേസ്റ്റ്. മമ്മി നോക്കും. മമ്മി ആദ്യമേ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യും. ഇഞ്ചിക്കറി ഇത് നമ്മുടെ ഷുഗറിന്റെ ടേസ്റ്റ് ചെയ്ത് മാറി. സൂപ്പറാണോ? ഓക്കെ, ബീട്രൂട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ബീട്രൂട്ട് ആക്ച്വലി. ആണോ? കുറച്ച് ചോറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. കോഫി പൗഡർ. താങ്ക് യു സോ മച്ച്. ഇതിനാണ് ഏറ്റവും ഇങ്ങനെ ഇരിക്കും ഫൈനലായിട്ട്. നോക്കട്ടെ പ്രിയ. എന്താ നല്ല മണം. എൻ്റെ കോഫി പൗഡറിന്റെ സ്മെല്ല് നോക്കി. ഇനി ഈ ക്യാമറയിൽ കൂടെ മുണപ്പിക്കാൻ പറ്റില്ലല്ലോ. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഭയങ്കര, എന്ത് പറയാനാ. അടുത്തത് കുറച്ച് ചോറും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ പറയാ? നല്ല ടേസ്റ്റ്. എന്റെ മമ്മി, നാളത്തെ വിഷുസദ്യയിലപ്പോ വേറെ ഒന്നും വേണ്ടല്ലോ. മതി, ഇത് 3 മതി. പപ്പടവും കിട്ടിയാൽ മതി. ഒന്നും പറയാനില്ലല്ലോ. എന്ത് പറയാനാ? ആ മുഖത്തെ സന്തോഷം തന്നെ മതിയല്ലോ. അതാണ് ഗുഡ് ഫുഡിന്റെ ബെനിഫിറ്റ്. അതിൻ്റെ ഇടയ്ക്ക് മാഡം നമ്മുടെ കോഫി പൗഡർ, ഷെഫിലതാ കോഫി പൗഡർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് കാർഡമം പൗഡർ ആഡ് ചെയ്യാം. തുളസി ഇടാം. പഞ്ചസാര ഇല്ല അല്ലേ? പഞ്ചസാര ഇടണം. കഴിക്കാം. ഓക്കെ, ഇത് ശർക്കര തേനോ ചേർക്കാം. പഞ്ചസാര ഇടുന്നുണ്ട്. അത് കണ്ട, ഈ ഷെഫിൻ്റെ ഒക്കെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഹാർഡ് വർക്കും ഒക്കെ കൊണ്ട്, പ്ലസ് ഈ ഹയാത്തിൻ്റെ ആംബിയൻസും, അപ്പോൾ എല്ലാം കൂടെ കൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ റേറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ചിലവരൊക്കെ ഞങ്ങൾ ഓരോ വീഡിയോസ് നമ്മൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇത് അപ്പുറത്ത് കിട്ടുമല്ലോ ഇപ്പുറത്ത് കിട്ടുമല്ലോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം യു ആർ ഇൻസൾട്ടിങ് ദെയർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ദെയർ ഹാർഡ് വർക്ക്. നിങ്ങൾക്ക് മോഹൻലാലിന് 50 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 100 രൂപ കൊടുത്ത് സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഏൺ ചെയ്ത റിസ്പെക്റ്റും എക്സ്പീരിയൻസ് ഒക്കെ കൂടെ ആയതുകൊണ്ടാണല്ലോ കോടികൾ കൊടുത്ത് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഷെഫ്സും ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ അതിന് എപ്പോഴും റെസ്പെക്റ്റ് കൊടുക്കുക. ഡോണ്ട് അണ്ടർ വാല്യൂ ദം. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വർക്ക് ഹാർഡ് അൺടിൽ യു ക്യാൻ അഫോർഡ് ആൻഡ് കം ഹിയർ ആൻഡ് ഹാവ് ഫുഡ്. അല്ലാതെ ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ കുറ്റം പറയരുത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇടരുത്. അതൊരു വളരെ ഇൻസൾട്ടിങ് ട്രെൻഡാണ്. അതല്ല ഒരിക്കലും ചെയ്യേണ്ടത്. ഇതൊന്നും ഒന്നുമല്ല 10,000, 15,000, 30,000, 1 lakh വരെയൊക്കെ ഉള്ള ഒരു ഡിന്നർ
എന്താ ഷെഫ് ടേബിൾ ഡൈനർ എന്നൊക്കെ പറഞ്ഞ ഡൈനിങ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ വെളിയിലൊക്കെ ഉണ്ട്. അതിനൊക്കെ ആൾക്കാർ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി പോകുന്നുണ്ട്. സോ എപ്പോഴും ഒന്നും ഞാൻ പറഞ്ഞ പോലെ എക്സ്പെൻസീവോ അല്ലെങ്കിൽ അൺഎക്സ്പെൻസീവോ ചീപ്പോ അല്ല. ഇറ്റ്സ് ഐദർ അഫോർഡബിൾ ഫോർ യു ആർ നോട്ട് അഫോർഡബിൾ. സോ ഓൾവേസ് റെസ്പെക്ട് ദ ഷെഫ്, ഓൾവേസ് റെസ്പെക്ട് ദി ഇൻഫ്രാസ്ട്രക്ചർ. എല്ലാത്തിനും കൂടെ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ പേ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ്. അപ്പോൾ ആരും ഡീഗ്രേഡ് ചെയ്യരുത് ഒരിക്കലും. ഓ, ഷെഫിനത്തെ പ്രിയക്ക് ഒരു സമൂസയും കൊടുത്തിട്ടുണ്ട്. പ്രിയ, സമൂസ വിത്ത് ഡേറ്റ്സ് ഇഞ്ചിക്കറി ഒന്ന് നോക്ക് എങ്ങനെയുണ്ട്. അതാർക്കാ? എനിക്ക് വേണ്ട, ഒരെണ്ണം മതി മാം. സമോസ എനിക്ക് പിടിക്കാനും കൂടെ പറ്റുന്നില്ല. അത്രേ ആയിരിക്കും. സമൂസ മാത്രം തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഇഞ്ചിക്കറി വെച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. ആൻഡ് ഈ ഒരു കോഫിയും നിങ്ങൾ ട്രൈ ചെയ്യുക പറഞ്ഞ പോലെ. കോഫീനെ കാട്ടിക്കൊള്ളൊരു ഹെർബൽ ഡ്രിങ്ക്, ഭയങ്കര ഗുണമുള്ളൊരു ഹെർബൽ ഡ്രിങ്ക്. കുടിക്കുമ്പോൾ അറിയാം നമുക്കിത് നല്ലതാണ്. അത്ര അടിപൊളിയാണ്. അടിപൊളി. അപ്പോൾ മാഡം ഒരുപാട് പേരുടെ വിഷു മാഡത്തിൻ്റെ ഡിഷിൻ്റെ കൂടെ ആയിരിക്കും നാളെ. എന്തായാലും ഞങ്ങളുടെ ഒരു വളരെ വലിയ സന്തോഷമായിരുന്നു മാഡത്തിൻ്റെ ഫുഡ് കഴിക്കാനും കുക്കിംഗ് കാണിക്കാനും. മമ്മി എന്താ പറയാനുള്ളത്? ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? എല്ലാം പറയണോ നമ്മൾ? അതിന്റെ ഇത്രയും വലിയ ഷെഫിന്റെ കൂടെ കുക്കിംഗ് കാണാനും ടേസ്റ്റ് ചെയ്യാനും റെസിപ്പീസ് പഠിക്കാനും അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഈ ഏതെങ്കിലും ഡിഷ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷു അടിപൊളിയായിരിക്കും. അപ്പോൾ അവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി വിഷു. വേദു സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.